സ്വാതന്ത്ര്യാനന്തര ഭാരതം വേണ്ടത്ര ചർച്ച ചെയ്യാതിരുന്ന വിനായക് ദാമോദർ സവർക്കറുടെ പേരിൽ രാജ്യതലസ്ഥാനത്ത് ഇന്റർനാഷണൽ ഇമ്പാക്ട് അവാർഡ് നൽകുകയാണ് HRDS ഇന്ത്യ. നാളെ ഡൽഹി NDMC കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ വിശിഷ്ടാതിഥികൾ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അതിർത്തിയിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കുന്നതും HRDS ഇന്ത്യയാണ്. ഈ റിപ്പോർട്ടോടെ ഈ മണിക്കൂർ പൂർണ്ണമാകുന്നു. അടുത്ത മണിക്കൂറിൽ രാഖി ഒപ്പം ചേരും. നമസ്തേ. പ്രതിസന്ധികളോട് പടവെട്ടി വിജയിച്ച പ്രമുഖ വ്യക്തികളെ രാജ്യതലസ്ഥാനത്ത് വീരവിനായക സവർക്കറുടെ പേരിൽ ആദരിക്കുകയാണ് ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന HRDS ഇന്ത്യ. ജീവിതം പൂർണ്ണമായും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സമർപ്പിച്ച വിനായക് ദാമോദർ സവർക്കർ എന്ന വീര സവർക്കറുടെ പേര് കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യുക എന്നത് തന്നെയാണ് പുരസ്കാര ചടങ്ങിലൂടെ HRDS ലക്ഷ്യം വെക്കുന്നത്. ജന്മനാടിനായി വീര സവർക്കർ നടത്തിയ പോരാട്ടവും അനുഭവിച്ച ത്യാഗവും പുതുതലമുറ ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ചരിത്രം എഴുതിയുണ്ടാക്കിയ കോൺഗ്രസ് ഗവൺമെൻറ്റുകളും ആ ഒരു സമയം അത്തരം ആളുകളുടെ ഒരു ഇടപെടലൊക്കെ കൊണ്ട് തന്നെ ചരിത്രത്തെ വളച്ചൊടിച്ച് വേറെ ചില ബ്രിട്ടീഷ് ഏജൻറ്റുമാർക്ക് ഈ മഹാത്മാ പട്ടങ്ങൾ ചാർത്തി കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ HRDS ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള NGO എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇത്തരം ആളുകളെ സമൂഹത്തിന് മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഈ ഒരു ഉദ്യമത്തിന് ശ്രമിക്കുന്നത്. കേരളത്തിൽ രൂപം കൊണ്ട് നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ദേശീയ തലത്തിൽ വളരുന്ന HRDS ഇന്ത്യ ജമ്മു കാശ്മീർ അതിർത്തിയിലും ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ബാധിത മേഖലകളിലും നടത്തുന്ന പ്രവർത്തനങ്ങൾ വിലമതിക്കാനാകാത്തതാണ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ ഷെല്ലാക്രമത്തിൽ അതിർത്തി മേഖലകളിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാനുള്ള നിയോഗവും കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ചത് HRDSനെയാണ്. ക്രോസ് ബോർഡർ ഷെല്ലിങ് ഉണ്ടായ മേഖലകൾ നമ്മുടെ കാശ്മീരിൽ ജമ്മുവിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ കുറച്ച് വീടുകൾ തകർന്നു പോയിട്ടുണ്ട്. പിന്നെ പഴയ കാലത്ത് നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങളിലും നമ്മുടെ ഒരുപാട് വീടുകൾ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആളുകൾക്ക്. ആ വീടുകളെല്ലാം പുനർനിർമ്മിച്ച് നൽകുന്ന ഒരു പദ്ധതി ഗവൺമെൻറ് കൊണ്ടുവന്നു. അത് മോദിജിയുടെ ഒരു വലിയ വിഷനായിരുന്നു. ആ ഒരു വിഷൻ നടപ്പാക്കുന്നതിനുള്ള ചുമതല HRDSനെയാണ് ഏൽപ്പിച്ചത്. ഇപ്പം ജമ്മുവിൽ നമ്മുടെ പുതിയ ഓഫീസ് ആയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ HRDS വീടുകൾ പുനർനിർമ്മിക്കുന്ന പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർവഹിച്ചിരുന്നു. ജനം, ഡൽഹി.